Hello friends, welcome back to my channel. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫുൾ ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. സാധാരണ വീട്ടിൽ നമ്മൾ ഗ്രിൽ ചിക്കൻ, അൽഫാം ചിക്കൻ ഒക്കെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഗ്രിൽ ചിക്കൻ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് തവണ നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടെടുത്ത് കുറേ ടൈം എടുക്കും. ഇതൊന്നും അങ്ങനെ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ ഒരു ഫുൾ ചിക്കനെ കൊണ്ട് എങ്ങനെ കുക്കറിൽ നമുക്ക് ഗ്രിൽ ചിക്കൻ്റെ അതേ ടേസ്റ്റോട് കൂടിയിട്ട് എങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇത് എന്തൊക്കെയാണല്ലോ വേണം നോക്കാം നമുക്ക്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കിലോൻ്റെ ഒരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ വരിഞ്ഞെടുക്കുക. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന മസാല ഒക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ നന്നായിട്ട് വരിഞ്ഞെടുക്കുക. ഇനി ചിക്കൻ മാരിനേഷൻ ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1.5 ടീസ്പൂൺ. കാരണം കുറച്ചൊരു സ്പൈസി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചൊന്ന് ഗരം മസാല കൂട്ടിയത്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2.5 ടേബിൾ സ്പൂൺ. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് 1 ടേബിൾ സ്പൂൺ. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കണില്ല. ഇനി വെളിച്ചെണ്ണയാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. മാവ് അധികം നമ്മൾ മസാല അധികം ഒന്ന് ലൂസാകരുത്. അതുകൊണ്ട് ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഈ മസാല കുഴച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണയും വിനാഗിരി മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ചിക്കനിലേക്ക് ഈ മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം. നമ്മൾ വരിഞ്ഞ ഭാഗത്തൊക്കെ നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഉള്ളിലേക്കൊക്കെ മസാല ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് നമ്മൾ പാകത്തിനുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കും വേണം കേട്ടോ. കാരണം നമ്മൾ ഫുൾ ചിക്കൻ ചെയ്യുന്നതുകൊണ്ട് ഉപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിലേക്കൊന്നും ഉപ്പ് ഇറങ്ങൂല. അതുകൊണ്ട് ഉപ്പൊക്കെ അത്യാവശ്യത്തിനുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ആയിട്ട് മസാല നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലേക്ക് കുറച്ച് ഫില്ലിങ്സ് ആണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കറി ലീവ്സ് എടുത്തിട്ടുണ്ട്, കരിവേപ്പില, മല്ലിയില, പിന്നെ എടുത്തിട്ടുള്ള കറുവപ്പട്ടയുടെ ഇലയാണ്. ഉണങ്ങിയ ഇല ഇല്ലാത്തതുകൊണ്ട് പച്ചിലയാണ് എടുത്തിട്ടുള്ളത്, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ ആ മസാലയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഞാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് മാത്രം ഫില്ലിംഗ് ആക്കി നടക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കോഴിമുട്ടയോ അല്ലെങ്കിൽ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് മുട്ടൊക്കെ ചെയ്യാം. ഇനി ഞാൻ ഇതിൻ്റെ ബാക്കിൽ ചിലപ്പോൾ നമ്മൾ കുക്കറിൽ ഓയിലിട്ട് വേവിച്ചെടുക്കുന്നതുകൊണ്ട് ഉള്ളിലേക്ക് ഓയിൽ കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ബാക്ക് നമ്മൾ ഇതുപോലെ ഒരു ടൂത്ത് പിക്കിൾ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ പെട്ടെന്ന് കയറിക്കോടും, നമ്മൾ പെട്ടെന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ സൂചി നൂലെടുത്ത് തുന്നി കൊടുത്താലും മതി. അതിനുശേഷം ഇതിൻ്റെ 2 കാലും നമ്മൾ ചെറിയൊരു കമ്പി കൊണ്ട് കെട്ടിക്കൊടുക്കുക. ഈ കാലൊന്ന് വിട്ടു പോകാതെക്കാൻ വേണ്ടിയിട്ടാണ് 2 കാലും ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇനി ഇത് മിനിമം 1 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. മാക്സിമം ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ഓവർനൈറ്റ് ഒക്കെ നമുക്ക് വെക്കാം. ഇപ്പോൾ ഞാൻ 2 മണിക്കൂർ വെച്ചതിന് ശേഷമുള്ളതാണിത്. ഇനി ഈ ചിക്കൻ ഫുള്ളായിട്ട് ഇറങ്ങുന്ന ഒരു കുക്കർ വേണം എടുക്കാൻ. നമ്മൾ ഏത് വലുപ്പത്തിലുള്ള ചിക്കനാണ് എടുക്കുന്നത് ഫുള്ളായിട്ട് ഇറങ്ങുന്ന ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ആ ചിക്കൻ ഇറക്കി കൊടുക്കുക. നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതുപോലെ നമ്മൾ അടച്ചു വെക്കുക. ഇതിന്റെ വിസിലും വാസറൊന്നും ഊരി വെക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വരുന്നത് വരെ മാത്രം നമ്മൾ ഇത് വേവിച്ചാൽ മതി. ഇതിന്റെ പ്രഷർ കളയണം. നമ്മൾ വലിയ ചിക്കൻ ആയതുകൊണ്ട് ഇതിന്റെ പ്രഷർ ഫുള്ളായിട്ട് നിൽക്കണം. ചെറിയ ചിക്കൻ ആണെങ്കിൽ പകുതി നമ്മൾ എയർ കളഞ്ഞു കൊടുത്തതിന് ശേഷം വെച്ചാൽ മതി. കാരണം പെട്ടെന്ന് നല്ല വേവായി പോകും കൂടുതൽ പ്രഷറിൽ അങ്ങനെ കിടന്നാൽ. ഇപ്പോൾ എയറൊക്കെ പോയിട്ടുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ പ്രഷറൊക്കെ പോയി. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വെന്തിട്ടുണ്ട്. ഇതിന് കുറച്ചൊരു വെള്ളം മാത്രമേ ഇറങ്ങി വന്നിട്ടുള്ളൂ, കുറച്ച് ഭാഗം വെള്ളം വന്നിട്ടുള്ളൂ. ഇനി നമ്മൾ ആ ചിക്കൻ വേവിച്ച ആ എണ്ണയും ആ ഇച്ചിരി വെള്ളം കൂടി ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ മറ്റേ ഭാഗം, നമ്മൾ ആദ്യം കുക്കറിൽ വേവിച്ച ഭാഗമല്ലാത്ത അതിൻ്റെ മറ്റേ ഭാഗം നമ്മൾ ഇറക്കി കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ ഭാഗവും നമ്മളൊന്ന് നെരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് നെരിച്ചെടുക്കണം. നമുക്ക് നല്ല ഗ്രില്ല് ചെയ്ത പോലെ തന്നെ ഒരു ഫീൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഞാൻ ചിരട്ട കനലുണ്ടാക്കിയതാണ്. ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പുകയുടെ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് കുറച്ചൊരു ഓയിൽ ഒഴിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പുക വരും. ആ സമയത്ത് തന്നെ നമ്മൾ മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കണം. അപ്പോൾ നല്ല പുക വരുന്നുണ്ട്. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ അടച്ചു കൊടുത്താൽ
ഈ പുകയെല്ലാം ഈ ചിക്കനിൽ നന്നായിട്ട് പിടിക്കും. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരുപാട് തവണ നമ്മൾ ഗ്രിൽ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ നേരം നമ്മൾ കനലിൻ്റെ ഒപ്പം നിന്ന് നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. അതൊന്നും ചെയ്യണ്ട. പെട്ടെന്ന് തന്നെ കുക്കറിൽ ഒറ്റ വിസിലടിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് നെരിച്ചെടുത്തുകൊണ്ട് ഇതിലേക്ക് ഈ ചിരട്ടൻ്റെ കനല് ഇതുപോലെ ഇട്ട് പുകയിച്ചാൽ മതി. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി കൊടുക്കാം. അപ്പോൾ കുക്കർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രിൽ ചിക്കൻ്റെ അതേ ടേസ്റ്റോട് കൂടിയിട്ടുള്ള കുക്കർ ചിക്കനാണ്. അതും ഫുൾ ചിക്കനാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഗ്രില്ലിൽ ചെയ്യുന്ന അതേപോലത്തെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. എനിക്ക് ആദ്യം ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് വേവോ റെഡി ആകുമോ എന്നൊക്കെ. പക്ഷെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഒറ്റ വിസിലടിച്ചത്. പിന്നെ നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടെടുത്തിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക്